നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 10ാമത്തെ ലെസണാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ലെസണാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 9 ലെസൺസ് പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാർ അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ PSC എക്സാമുകൾ, അതുപോലെ തന്നെ ടെറ്റ്, LP UP തുടങ്ങിയ എക്സാമുകൾക്ക് എല്ലാം തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ആ ക്ലാസ്സുകൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ലാസ്റ്റ് ലെസണാണ് ലെസൺ 10, ജന്തു വിശേഷങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പക്ഷികളും അവയുടെ അടയിരിപ്പ് കാലവും ആണ്. അപ്പോൾ കോഴി എത്ര ദിവസം കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് അടയിരിക്കുന്നത്? 21 ദിവസമാണ് കോഴി. പ്രാവ് 14 ദിവസം, കുരുവിയും 14 ദിവസമാണ്. ഒട്ടകപ്പക്ഷി 42 ദിവസം, ലവ് ബേർഡ് 22 മുതൽ 25 വരെ ദിവസമാണ്. ഇനി ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ പക്ഷി മനുഷ്യൻ ആരാണ്? ഡോക്ടർ സലീം അലിയാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഏതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ? ഒരു കുരുവിയുടെ പതനം. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? നവംബർ 12. നവംബർ 12 ആണ് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സലീം അലി പക്ഷി സങ്കേതം? എവിടെയാണ്? ഗോവയിൽ. ഇതാണ് ഡോക്ടർ സലീം അലി. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഉരഗങ്ങൾ, ഉഭയജീവികൾ എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഉരഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ചർമ്മമുള്ളതും ശൽക്കങ്ങൾ ഉള്ളതുമായ ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഉരഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉരഗങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മുതല, പാമ്പ്, അരണ. ഇനി എന്താണ് അപ്പോൾ ഉഭയജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെ നമുക്ക് എന്തെന്ന് പറയാം? ഉഭയജീവികൾ എന്ന് പറയാം. ഉദാഹരണം ഏതൊക്കെയാണ്? തവള, സാലമാൻഡർ, സീസിലിയൻ. ഏതൊക്കെയാണ് ഉഭയജീവികൾക്ക് ഉദാഹരണം? തവള, സാലമാൻഡർ, സീസിലിയൻ. ഇനി നമുക്ക് രൂപാന്തരണത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ലാർവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യം ഇല്ലാത്തവയാണ്. ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാർവകൾ എന്ന് പറയുന്നത്. എന്താണ് ലാർവകൾ? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യം ഇല്ലാത്തവയാണ്. ഇവയെ നമുക്ക് എന്തെന്ന് പറയാം? ലാർവകൾ എന്ന് പറയാം. ഇവ രൂപാന്തരണം സംഭവിച്ചാണ് മറ്റു ജീവിയോട് സാദൃശ്യമുള്ള ജീവിയായി മാറുന്നത്. ഇങ്ങനെ ലാർവകൾ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവികളായി മാറുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? രൂപാന്തരണം എന്ന് പറയാം. എന്താണ്? ലാർവകൾ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവികളായി മാറുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? രൂപാന്തരണം എന്ന് പറയാം. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞ പുഴുവിനെ പോലുള്ള ലാർവ ഉണ്ടാകുന്നു. എരിക്ക്, കറിവേപ്പില, നാരകം പോലുള്ള ചെടികളിലാണ് ശലഭം മുട്ടയിടുന്നത്. ഇവ എന്തായിട്ട് പിന്നീട് മാറുന്നു? ലാർവയായിട്ട് മാറുന്നു. ഈ ലാർവയാണ് പിന്നീട് എന്തായി മാറുന്നത്? ശലഭമായിട്ട് രൂപാന്തരണം പ്രാപിക്കുന്നത്. അപ്പം പൂമ്പാറ്റയുടെ ജീവിതചക്രം എങ്ങനെയായിരിക്കും? മുട്ടയിടുന്നു, മുട്ട പിന്നെന്താവുന്നു? ലാർവ, പ്യൂപ്പ, ശലഭം. എങ്ങനെയാണ് പൂമ്പാറ്റയുടെ ജീവിതചക്രം? മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. നോക്കിക്കേ, ചിത്രം നോക്കിക്കേ. ഓക്കെ. ഇനി കൂട്ടുകാർ കുഴിയാനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ കുഴിയാന? ഒരു ഇനം തുമ്പിയുടെ ലാർവയാണ് എന്ത്? കുഴിയാനകൾ. ഇനി കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴി ഉണ്ടാക്കിയാണ് ആര് മുട്ടയിടുന്നത്?
കടലാമകൾ മുട്ടയിടുന്നത്. കടലാമകൾ എങ്ങനെയാണ് മുട്ടയിടുന്നത്? കടലിൽ നിന്ന് നേരെ കരയിൽ വന്നിട്ട് അവിടെ മണൽ മാന്തി ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് മുട്ടയിട്ട് വെക്കുന്നു. ഇനി വനം വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. എവിടെയാണ്? വനം വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കടലാമ. അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സസ്തനികളെ കുറിച്ചിട്ടാണ്, അതായത് മാമൽസിനെ കുറിച്ചിട്ട്. എന്താണ് മാമൽസ് അഥവാ സസ്തനികൾ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളെ എന്തെന്ന് പറയാൻ നമുക്ക്? സസ്തനികളെന്ന് പറയാം. ഒരു പറക്കുന്ന സസ്തനിക്ക് ഉദാഹരണം ഏതാണ്? വവ്വാൽ. ഇമ്പോർട്ടൻ്റ് ആണ്. പറക്കുന്ന സസ്തനിക്ക് ഉദാഹരണം വവ്വാൽ. ഈ വവ്വാലിനെ എങ്ങനെയാണ് പറക്കാനായിട്ട് സഹായിക്കുന്നത്? ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് വവ്വാലിനെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണ്? മുട്ടയിടുന്ന സസ്തനികൾ എക്കിഡ്ന, പ്ലാറ്റിപ്പസ്. പ്രസവിക്കുന്ന അച്ഛൻ എന്ന് വിളിപ്പേരുള്ള ജീവി ഏതാണ്? ആൺ കടൽ കുതിര. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസവിക്കുന്ന അച്ഛൻ ആരാണ്? ആൺ കടൽ കുതിര. പ്രസവിക്കുന്ന പാമ്പ് അണലി. സഞ്ചി മൃഗം ഏതാണ്? കങ്കാരു. ഇനി കങ്കാരുവിൻ്റെ പ്രത്യേകത എന്താണ്? കുഞ്ഞിന് ജന്മം കൊടുത്ത ഉടനെ തന്നെ അത് സ്വന്തം ശരീരത്തിനുള്ളിലെ സഞ്ചിയിലാക്കിയാണ് പരിപാലിക്കുന്നത്. നമ്മുടെ ഈ കങ്കാരുവിൻ്റെ ജന്മദേശം ഏതാണ്? ഓസ്ട്രേലിയയാണ്. മണ്ണിരയുടെ പ്രത്യേകത എന്താണ്? മണ്ണിരയുടെ മണ്ണിര, അതുപോലെ തന്നെ പ്ലനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പരന്ന വിരയാണ്. എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. അപ്പം ആ ശരീരഭാഗം മുറിഞ്ഞു പോയിട്ട് ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മണ്ണിര, പ്ലനേറിയ. നോക്കിക്കേ, ചിത്രം നോക്കിക്കേ. ഇതിനകത്ത് ആരുടെയൊക്കെ ചിത്രമുണ്ട്? കടൽ കുതിരയുടെ. അതായത് കടൽ കുതിരയുടെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞത്? പ്രസവിക്കുന്ന അച്ഛൻ കങ്കാരു. നോക്കിക്കേ, പ്ലനേറിയ, അണലി. ഇനി വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. എന്താണ് പവിഴപ്പുറ്റുകൾ? വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നതും എന്താണ്? ഈ പവിഴപ്പുറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കടലിലെ മഴക്കാടുകൾ ഏതാണ്? കടലിലെ മഴക്കാടുകൾ പവിഴപ്പുറ്റുകളെയാണ് നമ്മൾ കടലിലെ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്. ഈ പവിഴപ്പുറ്റുകൾ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? കടൽക്ഷോഭം ഒരു പരിധി വരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുന്ന കടലിലെ പൂന്തോട്ടങ്ങൾ പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണ് എന്ത്? പവിഴപ്പുറ്റുകൾ. എന്താണ്? കടൽക്ഷോഭം ഒരു പരിധി വരെ തടയാനും അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുന്ന കടലിലെ പൂന്തോട്ടങ്ങൾ പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണ് എന്ത്? പവിഴപ്പുറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ്. നോക്കിക്കേ, പവിഴപ്പുറ്റിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെസൺ. അപ്പം നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ എല്ലാ ലെസണും 10 ലെസണും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അടുത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും എടുക്കുക. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.